അയ്യ വണക്കം. തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ ലോകം അംഗീകരിക്കില്ലടാ എന്ന് പ്യാരി പറഞ്ഞ നമ്മുടെ കല്യാൺ രാമനിലെ ദിലീപിനോട് പ്യാരി പറഞ്ഞ ആ ഡയലോഗാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. അതായത് എന്തൊക്കെ പരിശ്രമങ്ങൾ നടത്തി, എന്തൊക്കെ തരത്തിൽ സർക്കാരിനെ അട്ടിമറിക്കാൻ നോക്കി. ജെൻസി ആപ് ലോഗ് തെരുവിൽ ഇറങ്ങൂ ഹേ എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. സൊനത്തി കിടക്കണ്, ഇപ്പം ഇറങ്ങും ജെൻസി തെരുവിൽ എന്ന് മാത്രമേ എനിക്ക് രാഹുൽ ഗാന്ധിയോട് പറയാനുള്ളൂ. അതായത് അവർ നോക്കുമ്പോൾ എന്താണ്, നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്ത് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ട്, ഡിജിറ്റൽ ഇന്ത്യ വന്നിട്ടുണ്ട്, അവരുടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, റീൽസ് ഉണ്ട്, പോരാത്തതിന് ഷോർട്സ് ഉണ്ട്, അതുവഴി വരുമാനം കിട്ടുന്നുണ്ട്, അത്യാവശ്യം നല്ല സാമൂഹിക സാഹചര്യമുണ്ട്. ഇങ്ങനെ അവർക്ക് വേണ്ട സകലമായ സാഹചര്യങ്ങളും നമ്മുടെ ഇന്ത്യയിലുണ്ട്. ആ ജെൻസിയോടാണ് തെരുവിലിറങ്ങി എന്നെ പ്രധാനമന്ത്രിയായിട്ട് ഉയർത്തിയിരുത്താനായിട്ട് രാഹുൽ ഗാന്ധി പറയുന്നത്. നടക്കുന്ന കേസാണ് ഇതൊക്കെ. രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ഹരിയാനയിൽ 25 ലക്ഷം വോട്ടുകൾ വ്യാജമാണ് എന്ന് പറഞ്ഞ് രംഗത്തെത്തിയല്ലോ. അപ്പോൾ ഇത് തന്നെ സമ്പൂർണ്ണമായിട്ട് പൊളിഞ്ഞെടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അതായത് തുടക്കത്തിൽ കേന്ദ്രം ഒന്ന് പകച്ചെങ്കിലും പിന്നീട് കയറി ഞെരിച്ച് എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അതായത് 25 ലക്ഷം വോട്ടാണ് എന്നൊക്കെ പറഞ്ഞ് രാഹുൽ ഗാന്ധി വന്നിരുന്ന ആരോപണം ഉന്നയിക്കുകയാണ്, ചുമ്മാ അങ്ങ് ആരോപണം ഉന്നയിക്കുകയാണ്. 25 ലക്ഷം വോട്ടാണ്, 8 വോട്ടിൽ ഒരു വോട്ട് വ്യാജമാണ്, 571 വ്യാജ ID ഉണ്ട്, 505 വീട്ടിൽ വ്യാജ വോട്ടർമാരുണ്ട്, ഒരു വീട്ടിൽ തന്നെ 66 വോട്ടർമാർ അവരിങ്ങനെ കടന്ന് പൊളയ്ക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് രാഹുൽ ഗാന്ധി വലിയ രീതിയിൽ ആധികാരികമായിട്ടുള്ള രീതിയിൽ മണ്ടത്തരം പറയുന്നുണ്ട്. അത് പിന്നെ നമ്മുടെ മലയാളത്തിലെ മാധ്യമങ്ങൾക്ക് ഒരു അവാർഡ് കൊടുക്കണം. കാരണം ഈ മലയാളത്തിലെ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് ഒരു ആരോപണം ഉന്നയിച്ചു. ആ ആരോപണം ഉന്നയിച്ചപ്പോൾ മാധ്യമങ്ങളുടെ പണി എന്താണ്? ഞാനൊക്കെ മാധ്യമപ്രവർത്തനം നടത്തുമ്പോൾ യഥാർത്ഥത്തിൽ മാധ്യമപ്രവർത്തകനാകാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതേ ആൾക്കാർ തന്നെ അവിടെ വന്നിരുന്ന് നമ്മളോട് പറയുന്നത്, അതായത് ഇപ്പം ചാനലിൽ വർക്ക് ചെയ്യുന്ന പല പ്രമുഖ ആൾക്കാരുമാണ് നമ്മളെ പഠിപ്പിച്ചിട്ടൊക്കെ ഉള്ളത്. അപ്പോൾ ആ ആൾക്കാർ തന്നെ വന്നിരുന്ന് പറയുന്നത്, നിങ്ങൾ പുറത്തേക്ക് നോക്കുന്നു, മഴ പെയ്യുകയാണ്. അപ്പോൾ ഒരാൾ വന്ന് നിങ്ങളോട് പറയുകയാണ് പുറത്ത് മഴ പെയ്യാണ്, ഒരു വാർത്ത കൊടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ പുറത്ത് പോയത് കൺഫേം ചെയ്യണം, മഴ പെയ്യുകയാണോ പെയ്യുകയല്ലേ എന്ന്. അതാണ് യഥാർത്ഥത്തിലുള്ള മാധ്യമപ്രവർത്തനം എന്നാണ് നമ്മളെയൊക്കെ പഠിപ്പിച്ചു തന്നത്. ഇവറ്റകൾ എന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഒരു ആരോപണം ഉന്നയിക്കുന്നു. ഈ ആരോപണം ഇടയിൽ സത്യമാണോ കള്ളമാണോ എന്ന് ആദ്യം മാധ്യമങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യണ്ടേ? പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചതുകൊണ്ട് ഇതെല്ലാം സത്യമായിരിക്കും എന്ന് പറഞ്ഞ് ഇവിടെയുള്ള മാധ്യമങ്ങളെല്ലാം കൂടെ മുണ്ടും തുണി ഇല്ലാതെ ഓടെയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ പിറകിൽ. എടാ നിനക്കൊക്കെ എന്തിൻ്റെ കേടടാ എന്ന് മാത്രമേ എനിക്ക് ചോദിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പം നോക്ക്, രാഹുൽ ഗാന്ധി പറഞ്ഞ ആരോപണങ്ങൾ ഓരോന്നായിട്ട് പൊളിഞ്ഞടുകയാണ്. ഇപ്പം നരേന്ദ്രമോദി ഭരിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 10-11 കൊല്ലമായി. ആ മനുഷ്യൻ്റെ പേരിൽ ഇതുവരെ ഒരു അഴിമതി ആരോപണമില്ല. അങ്ങേറ്റ താഴെ ഇറക്കാനായിട്ട് പഠിച്ച പണി 18 നോക്കിയിട്ട് പോലും ഒരു അഴിമതി ആരോപണം അതിനകത്ത് നിന്ന് ഒരു ഗുണ്ടാമണ്ടിയും കിട്ടിയിട്ടില്ല. അതേസമയം കോൺഗ്രസിൻ്റെ കാലത്താണെങ്കിൽ അഴിമതികളുടെ പൂരമല്ലോ, അതൊക്കെ ഒരു കാലം. ആ സമയത്തൊക്കെ ഞാൻ ഇത് തുടങ്ങിയെങ്കിൽ കണ്ടന്റിൻ്റെ പൂരമായിരുന്നു തന്നെ. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ മോദിയെ ഏത് വിധേനയും താഴെ ഇറക്കാനായി പല ആരോപണങ്ങൾ ഇവന്മാർ കൊണ്ടുവരും. അതൊക്കെ ഏറ്റുപിടിക്കാനായിട്ട് തലയ്ക്ക് വെളിവില്ലാത്ത കുറേണം. നീയൊക്കെ ഏറ്റുപിടിച്ച ഒരു കുഴപ്പമില്ല. അങ്ങേർക്കെതിരെ ഒരു ആരോപണമോ ഒരു അഴിമതിയോ നല്ല ജെന്യൂനായിട്ട് ഒരെണ്ണം വരുന്നതും കാത്ത് സംഘികളും വെയിറ്റിംഗ് ആണ്. കാരണം സംഘികൾക്കും ആഗ്രഹമുണ്ട്, എന്ത് കിടിലുമായിട്ടാണ് ഭരിക്കുന്നത്, അതൊക്കെ കോൺഗ്രസിൻ്റെ കാലം എന്ന് സംഘികൾക്കും ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നല്ല ജെന്യൂനായിട്ടുള്ള ഒരെണ്ണം വരട്ടെ, അപ്പം നമുക്ക് ഏറ്റുപിടിക്കാൻ നമ്മളും കൂടെ നിൽക്കാം. ഇപ്പോൾ രാഹുൽ ഗാന്ധി കൊണ്ടുവന്നിരിക്കുന്ന ഈ ആരോപണത്തിൽ രാഹുൽ ഗാന്ധി ആ പ്രസ് റിപ്പോർട്ട് അല്ലെങ്കിൽ ആ പ്രസ് റിലീസ് അല്ലെങ്കിൽ ഇതുമായിട്ടുള്ള ആ ഒരു പ്രസൻറ്റേഷൻ അത് തുടങ്ങിയപ്പോൾ തന്നെ രാഹുൽ ഗാന്ധി എങ്ങനെയാണ് പറഞ്ഞു തുടങ്ങുന്നത് നിങ്ങൾക്കറിയാമോ? അതാ നോക്കൂ, ഹരിയാനയിലെ മുഖ്യമന്ത്രി കിണിക്കുന്നു, അതായത് ഹരിയാനയിലെ മുഖ്യമന്ത്രി ചിരിക്കുന്നു അത്രേ. എന്ത് പറഞ്ഞാണ് ഹരിയാനയിലെ മുഖ്യമന്ത്രി ചിരിക്കുന്നത്? BJP തന്നെ ഇവിടെ സർക്കാർ രൂപീകരിക്കും എന്ന് പറഞ്ഞ് ഹരിയാനയിലെ മുഖ്യമന്ത്രി എന്തിനല്ല രജനീകാന്തിനെ പോലെ ചിരിക്കുകയാണ്, ചിട്ടി റോബോട്ട് എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ അവിടെ ഇരിക്കുന്ന മാധ്യമപ്രവർത്തകൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്, ഇവനെ ഇപ്പോൾ കൊണ്ടുപോയാൽ നടത്തി കൊണ്ടുപോകാം, ഇല്ലെങ്കിൽ ഓട്ടോ ഓടിക്കേണ്ടി വരും എന്നായിരിക്കും അവർ വിചാരിച്ചത്. അപ്പോൾ അവർ വിചാരിക്കുന്നത് ചിരിക്കുന്നതിന് ഞാനിപ്പോൾ എന്താ, ചിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താ? ഇവർക്കൊരു ടെൻഷനും ഇല്ല, കാരണം ഇവർക്ക് സർക്കാർ രൂപീകരിക്കാൻ സാധിക്കും. വോട്ട് ചോരിയാണല്ലോ അവിടെ നടക്കുന്നത്, അങ്ങനെ അയ്യോ ഈ തല കൊണ്ട് ഉപ്പിലിട്ട് പോയി എന്നായിരിക്കും അവർ വിചാരിച്ചത്. അപ്പോൾ എന്തായാലും അവിടെയുള്ള മുഖ്യമന്ത്രി ചിരിക്കുന്നു, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ ആൾ ചിരിക്കുന്നു, പുഞ്ചിരിക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ഈ പുഞ്ചിരിയുടെ അർത്ഥം എന്താണ്? ഈ പുഞ്ചിരിയുടെ അർത്ഥം വോട്ട് ചോരി നടക്കും, അവർ തന്നെ ജയിക്കും, നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല, ഇതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ഇനി എക്സിറ്റ് പോളുകളിലേക്ക് നിങ്ങൾ നോക്കൂ, ഹരിയാനയിലെ എക്സിറ്റ് പോളുകളെല്ലാം നമുക്ക് അനുകൂലമായിരുന്നു, അമ്മച്ചിയാണ് തന്നെ, എന്നിട്ടും ഞങ്ങൾ തോറ്റു. അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം അവിടെ BJP വോട്ട് ചോരി നടത്തിയിട്ടുണ്ടെന്നല്ലേ? എവിടെ നിന്ന് വരണടാ ഇവനൊക്കെ എന്ന് മാത്രമേ നമുക്ക് ആ സമയത്ത് ചോദിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എക്സിറ്റ് പോളുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണോ എൻ്റെ രാഗ? എക്സിറ്റ് പോൾ ആണോ രാഗ? ഈ വോട്ടും ഈ ജനാധിപത്യവും ഈ മതേതരത്വവും മതനിരപേക്ഷതയും ജുഡീഷ്യറിയും ഇതൊക്കെ എക്സിറ്റ് പോളാണോ രാഗ? കഴിഞ്ഞ ദിവസം ഒരു വേട്ടാവളിയെ, ഒരു മലയാളിയാണ്,
നല്ല മുന്തിയ മലയാളിയാണ്. അതായത് BJP-യിൽ നിന്നും കോൺഗ്രസിലേക്ക് ചാടി ഇപ്പോൾ അവിടെ സുഡാപ്പികളുടെ ആസനം കഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു മലയാളിയാണ്. ആ മലയാളിയായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, പേരൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, എന്തിനു വെറുതെ പബ്ലിസിറ്റി, ആ മലയാളി ഇരുന്ന് പറയുകയാണ്, ആ രാഷ്ട്രീയ പ്രവർത്തകൻ ഇടയ്ക്ക് ജയിലിലൊക്കെ കിടന്നിട്ടുണ്ടായിരുന്നു, ആ രാഷ്ട്രീയ പ്രവർത്തകൻ ഇരുന്ന് പറയാണ്, നിങ്ങളിത് ഇൻസ്റ്റാഗ്രാമിലേക്ക് നോക്കൂ, അവിടെ നമ്മുടെ INC എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഫോളോവേഴ്സ് കൂടുതൽ. അതിൻ്റെ അർത്ഥം എന്താണ്? ജെൻസി നമ്മളെ കൂടെയാണെന്ന്. BJP-ക്ക് അവിടെ ഫോളോവേഴ്സ് ഇല്ല. അതായത് സോഷ്യൽ മീഡിയയിൽ വീഴുന്ന ലൈക്കുകളാണ് പെട്ടിയിൽ വോട്ടായിട്ട് വീഴുന്നത് എന്ന് വിചാരിച്ച് വെച്ചിരിക്കുന്ന ഈ കെണ്ടാന്തരം പിടിച്ചവനെയൊക്കെ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഞാനപ്പോൾ ആലോചിച്ചത്. ഈശ്വര, ഇങ്ങനെയാണോ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്? ഞാൻ വരെ ഫോളോ ചെയ്തിട്ടുണ്ട് INC. കാരണം നല്ല കണ്ടൻറ്റ് കിട്ടൂടെ, അമ്മയാണ് തന്നെ. എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് അതിനകത്ത് വരുന്നത്, എന്തൊക്കെ പൊട്ടത്തരങ്ങളാണ് അതിനകത്ത് വരുന്നത്, അതൊക്കെ എടുത്ത് ഇതിനകത്തിട്ട് ഒന്ന് അലക്കി കഴിഞ്ഞാൽ ഉണ്ടല്ലോ വേറെ ലെവലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനടക്കമുള്ളവർ അത് ഫോളോ ചെയ്യുന്നത്. രാഹുൽ ഗാന്ധിയെ ഞാൻ ഫോളോ ചെയ്ത് ഫസ്റ്റ് ഓൺ ഇട്ട് വെച്ചിട്ടുണ്ട്. അതായത് രാഹുൽ ഗാന്ധി എന്ത് പോസ്റ്റ് ഇട്ടാലും ഞാൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കയറുമ്പോൾ ആദ്യം അതിൻ്റെ ഫീഡ് വരും. എനിക്ക് കാണണം എന്താണ് അളിയൻ പറയുന്നതെന്ന്. ഒരു എൻ്റർടൈൻമെൻറ്റ്, നമ്മളിങ്ങനെ ഡിപ്രഷനൊക്കെ അടിച്ചിരിക്കും, നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടി. അപ്പോൾ അതാണ് കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധി അങ്ങനെ പറയുകയാണ്, പുഞ്ചിരിക്കുന്നു, എക്സിറ്റ് പോളിൽ ഞങ്ങളാണ് നമ്പർ 1, അപ്പോൾ BJP എങ്ങനെ ജയിക്കും, ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. അണ്ണൻ ആരാണെന്നാ സത്യം പറഞ്ഞ ഉപദേശം തരുന്നത്? എനിക്കൊന്ന് കാണണം, സത്യം പറഞ്ഞാൽ ഒന്ന് നമിക്കാനാണെന്ന് മാത്രമേ പറയാനുള്ളൂ. ഇനി അടുത്തതായിട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞ വീഡിയോ ഉണ്ടല്ലോ, 2024 ഒക്ടോബറിലെ ഒരു വീഡിയോ ആണ്. അതായത് ഇലക്ഷന് മുമ്പുള്ള അവിടെയുള്ള മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടുള്ള ആളോട് റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അധികാരത്തിലേറാൻ ഇത്തവണ വളരെ ബുദ്ധിമുട്ടല്ലേ? ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതെങ്കിലും സഖ്യകക്ഷികളെയൊക്കെ രൂപീകരിച്ച് വേറെ ഏതെങ്കിലും പാർട്ടി ചാക്കിട്ട് പിടിച്ച് അധികാരത്തിൽ കയറാനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം കൃത്യവും വ്യക്തവുമായിട്ട് പറയുന്നുണ്ട്, അങ്ങനെ ഒരു പ്ലാൻ ഞങ്ങൾക്കില്ല. കാരണം ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ട് ഞങ്ങൾ അധികാരത്തിൽ വരും. കാരണം BJP ഒരു ജനാധിപത്യ പാർട്ടിയാണ്. ഞങ്ങൾ ജനാധിപത്യത്തിലും ഞങ്ങളിവിടുത്തെ ഇലക്ഷൻ കമ്മീഷനിലും എല്ലാം ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ഞങ്ങൾ അധികാരത്തിൽ വന്നോളൂ എന്ന് പറഞ്ഞാൽ അദ്ദേഹം കാഷ്വലായിട്ടൊന്ന് ചിരിക്കുന്നു. ഇതാണ് ആ വീഡിയോ എന്ന് പറയുന്നത്. അതിലൊരു സുപ്രധാന ഭാഗം മാത്രം അടർത്തി, ഇത് പറയേണ്ട ആവശ്യം പോലും ഇല്ല, അല്ലാതെ തന്നെ അത് പൊളിഞ്ഞു പോയി, എങ്കിലും പറഞ്ഞതേ ഉള്ളൂ. സുപ്രധാന ഭാഗം അടർത്തിയെടുത്തങ്ങ് രാഹുൽ ഗാന്ധി പറയണം. ഇനി ഓരോന്നായിട്ട് വരാം. അതായത് പിന്നീട് രാഹുൽ ഗാന്ധി പറയുന്നത്, ചില മണ്ഡലങ്ങളിൽ ഞങ്ങൾ പോസ്റ്റൽ വോട്ടുകളിൽ മുന്നിട്ട് നിന്നു. ഞങ്ങളെങ്ങനെ പോസ്റ്റൽ, പക്ഷേ അവിടെ BJP ജയിച്ചു. ആദ്യം ഞങ്ങൾ പോസ്റ്റൽ വോട്ടിൽ മുന്നിട്ട് നിന്നല്ലോ, പക്ഷേ അവിടെ BJP ജയിച്ചു. അടുത്ത മണ്ടത്തരം എൻ്റെ രാഗ പറയാതിരിക്കും, അറിഞ്ഞിട്ട പേരാണെന്ന് തോന്നുന്നു. അതായത് ഈ പോസ്റ്റൽ വോട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഒരു മണ്ഡലത്തിൽ 1% വരുമോ ഈ പോസ്റ്റൽ വോട്ട്? ആ 1% വരുന്ന വോട്ടിൽ മുന്നിട്ട് നിന്നു. എന്നിട്ട് രാജ്യത്തെ അല്ലെങ്കിൽ ആ മണ്ഡലത്തിലെ ഭൂരിഭാഗം ജനങ്ങൾ, ഭൂരിഭാഗം എന്ന് പറഞ്ഞാൽ 99.9% ജനങ്ങളും EVM-ലാണ് കുത്തുന്നത്. അപ്പോൾ 1% മാത്രമുള്ള ഈ പോസ്റ്റൽ വോട്ട് നോക്കിയിട്ടാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ഇത് ഞങ്ങളെ തോപ്പിച്ചതാണെന്ന് പറയുന്നത്. പിന്നെ രാഹുൽ ഗാന്ധി പറയുന്ന വേറൊരു കാര്യമുണ്ട്, 8 മണ്ഡലങ്ങളിൽ ഞങ്ങൾ ചെറിയ മാർജിനിലാണ് തോറ്റത്, അവിടെയൊക്കെ ഭീകര വോട്ട് ജോലിയാണെന്ന്. BJP അവിടെ 9 മണ്ഡലങ്ങളിലോ 7 മണ്ഡലങ്ങളിലോ അങ്ങനെ തോറ്റിട്ടുണ്ട്. ചില മണ്ഡലങ്ങളിൽ BJP തോറ്റത് 500-ൽ താഴെ വോട്ടുകൾക്ക് മാത്രമാണ്. അപ്പോൾ അതിനൊന്നും മറുപടിയില്ല. ഇനി അടുത്ത ഒരു സംഭവം, അതായത് അഞ്ജലി ത്യാഗി എന്ന് പറയുന്ന ഒരു പെണ്ണുപിള്ള, ആ അഞ്ജലി ത്യാഗി എന്ന് പറയുന്ന ഒരു പെണ്ണുപിള്ളയുടെ വോട്ട് മോഷ്ടിച്ചു എന്നാണ് രാഹുൽ ഗാന്ധി വച്ചുകീച്ചത്. അഞ്ജലി ത്യാഗി രംഗത്തെത്തിയിട്ട് പറയുന്നത്, അനാവശ്യം പറയരുത്, എൻ്റെ വോട്ട് ഞാൻ തന്നെയാണ് ഇട്ടത്, അതൊന്നും മോഷ്ടിച്ചിട്ടില്ല എന്ന് അഞ്ജലി ത്യാഗി പറയുന്നു. ഇത് നമ്പർ 1. അടുത്തതായിട്ട് രാഹുൽ ഗാന്ധി പരാമർശിച്ച സ്വീറ്റി യഥാർത്ഥ വോട്ടറാണെന്ന് കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. 2012 കിട്ടിയ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ചാണ് അവർ വോട്ട് ചെയ്തത്. നിനക്ക് മാത്രം ഈ വാർത്ത എവിടെ നിന്ന് കിട്ടുന്നതാണെന്ന് പറഞ്ഞ ചുടാപ്പികൾ ഞങ്ങൾക്ക്. കാരണം അവന്മാർക്ക് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇന്ത്യ വളരുന്നു, ഇങ്ങനെ കൊണ്ടുവരുന്ന ആരോപണങ്ങളൊക്കെ പൊളിഞ്ഞു പോകുന്നു. യവന്മാരെ ഫീഡിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ മൊത്തം തങ്ക കട്ടിയാണ്, തങ്ക കമ്പിയാണ്, തങ്ക കുരുവാണ് എന്നൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. പക്ഷേ നാക്കി കുരു പറഞ്ഞ വർത്താനമാണ് അവൻ പറയണത്. അപ്പോൾ ഇങ്ങനെ സുഡാപ്പികൾ ഇങ്ങനെ പറയുന്നുണ്ട്. താണ്ട ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ്. അതായത് എല്ലാം പൊളിഞ്ഞടുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനൊരു ആരോപണം ഉന്നയിക്കുന്നത് അഞ്ജലി ത്യാഗിയുടെ വോട്ട് എന്താണ്, ഫേക്കാണ്. ഉടനെ തന്നെ ഇവിടെയുള്ള മാധ്യമങ്ങൾ നരേന്ദ്രമോദിയെ കടിച്ചു കയറാൻ നിൽക്കുകയാണ്. അവരെല്ലാം കൂടെ ഓടും, അഞ്ജലി ത്യാഗിയുടെ പറയും, എവിടെ അഞ്ജലി ത്യാഗി എന്ന് പറഞ്ഞ് ഓടും. അങ്ങനെ ഓടിയപ്പോൾ അഞ്ജലി ത്യാഗി പറഞ്ഞ എന്താണ്, ഇത് ഫേക്കാണ്, എൻ്റെ വോട്ട് ഞാൻ തന്നെയാണ് ഇട്ടത്, വേറെ ആരും ഇട്ടിട്ടുമില്ല എന്ന് അഞ്ജലി ത്യാഗി പറയുന്നു. അടുത്ത സ്വീറ്റിയുടെ വോട്ട്, അടുത്ത സ്വീറ്റിയെ തേടി ഓടി ഇവിടെയുള്ളവന്മാരെല്ലാം കൂടെ. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ അറിയാമല്ലോ, സരിതയുടെ CD തപ്പി ഇറങ്ങിയ മാധ്യമങ്ങളാണ്. അപ്പോൾ ഈ CD തപ്പി ഇറങ്ങിയ മാധ്യമങ്ങൾ ഇവന്മാർക്ക് ഇത് തപ്പാനും വലിയ ബുദ്ധിമുട്ടില്ല, നല്ല ഇൻട്രസ്റ്റും ആയിരിക്കും. എവിടെയെങ്കിലും ഒരു വാർത്തയുടെ അങ്ങേയറ്റം ഒരു പെണ്ണുണ്ടെങ്കിൽ ധൃതംഗ പുളകിതരായ അങ്ങോട്ട്, അപ്പുറത്ത് കുറച്ച് കഞ്ചാവ് MDMA കൂടെ ഉണ്ടെങ്കിൽ ഒരാഴ്ചത്തേക്കുള്ള കണ്ടൻറ്റായി. ഇനി വേറെ എന്തെങ്കിലും പെണ്ണുപിടി വരുമ്പോൾ നമുക്ക് വേറെ വാർത്ത അടിക്കാം എന്നുള്ള രീതിയിലാണല്ലോ നമ്മുടെ മാധ്യമങ്ങളുടെയൊക്കെ ഒരു മാധ്യമധർമ്മം മുന്നിലേക്ക് ചലിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ സ്വീറ്റി എന്താണ്, അത് ഞാൻ തന്നെയാണെന്ന് പറയുന്നു. ഇനി അടുത്തത്, ഒരു വോട്ടേ ചെയ്തുള്ളൂ, വോട്ടർ പട്ടികയിൽ പല പേജിലും തൻ്റെ ചിത്രമാണ്. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഈ ആരോപണം തള്ളി ചഞ്ചിത് കൗറും രംഗത്തെത്തിയിട്ടുണ്ട്. അതാണ്ട് ഇതും ഏഷ്യാനെറ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുക. ഈ മാതൃഭൂമി റിപ്പോർട്ട് ചെയ്ത പല വാർത്തകളുണ്ട്, കേൾക്കണം. കേരളകൗമുദി റിപ്പോർട്ട് ചെയ്ത പല വാർത്തകളുണ്ട്, കേൾക്കണം. ഞാൻ പിന്നെ ഈ ഇൻ്റർനാഷണൽ നാഷണൽ സംഭവങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്ന ഇവന്മാർ പറയും ഗോദി മീഡിയ എന്ന് പറയും. ഇത് ഗോദി മീഡിയയിൽ, ഇത് നിങ്ങളുടെ സ്വന്തം പിണറായി മീഡിയയാണ്. അപ്പോൾ ഈ മീഡിയ എല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇനി തീർന്നില്ല, ഇനിയുണ്ട്, വെയിറ്റ് ചെയ്യും, തുടങ്ങിയിട്ടേ ഉള്ളൂ. അതായത് ഹരിയാനയിലെ പൽവാർ ജില്ലയിൽ
BJP ജില്ലാ പരിഷത്ത് വൈസ് ചെയർമാൻ്റെ വീട്ടിൽ 66 വോട്ടുകൾ. എന്താണ് ഒരു വീട്ടിൽ 66 വോട്ട്? എന്തോന്നാണിത് എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ഒരു വീട്ടിൽ 66 വോട്ട്. അവിടെ നമ്മളെ മാധ്യമങ്ങൾ കൊണ്ടുപിടിച്ചോടി. അങ്ങനെ കൊണ്ടുപിടിച്ചോടിയിട്ട് അവിടെ അവരെത്തിയപ്പോൾ സത്യം പറഞ്ഞ മാധ്യമങ്ങൾ ശശിയായി. അവിടെ എത്തിയപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ്, ഒരു കുടുംബത്തിൽ 66 വോട്ട് എന്ന് പറയുന്നത് എല്ലാം ഫേക്ക് വോട്ടല്ല, എല്ലാം നല്ല ഒറിജിനൽ 916 വോട്ടാണ്. അവിടെയുള്ള 66 പേരും ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 66 പേരും ആ കുടുംബത്തിലുള്ളവരാണെന്ന് ഇന്ത്യൻ എക്സ്പ്രസ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇനി 1986 നിർമ്മിച്ച ഒരു തറവാടാണത്. എന്നാൽ ഒരു കുടുംബ വീട്. ആ കുടുംബ വീട് മാത്രമല്ല, ഈ ഹൗസ് നമ്പർ എന്ന് പറയുന്നത് 150 ആണ്. ഈ ഹൗസ് നമ്പർ 150-ൽ 10 ഏക്കറിൽ ഇവരെല്ലാം കൂടെ കന്നുകാലി കൃഷിയും മറ്റും ചെയ്ത് ജീവിക്കുകയാണ്. അവിടെ ശശിയായി. ഇനി അടുത്തത് 500-ലധികം വോട്ടുകളുണ്ട് ഒരു കുടുംബത്തിൽ, അല്ലാതെ ഒരു വീട്ടിൽ എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. അതായത് 500-ലധികം എന്ന് പറയുമ്പോൾ 501 വോട്ട് 250-ാം നമ്പർ വീട്ടിൽ ഒരു സ്ഥലത്തുണ്ട് എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. ഈ 501 വോട്ട് 265-ാം നമ്പർ വീട്ടിലുണ്ടെന്ന് പറയുന്ന മാധ്യമങ്ങൾ ഓടിച്ചെന്നു. അവിടെ ഇതും സത്യമല്ലെന്ന് തെളിഞ്ഞു. അവിടെ മാധ്യമങ്ങൾ ശശി സോമനായി എന്ന് പറയുന്നതാണ് മാധ്യമങ്ങളുടെ ഒരു രീതി എന്ന് പറയുന്നത്, മാധ്യമങ്ങളുടെ ഒരു ഗതികേട് എന്ന് പറയുന്നത്. അങ്ങനെ ആ വീട്ടിൽ ചെന്നപ്പോൾ കാണാം 35 ഏക്കറിൽ പരന്ന് കിടക്കുന്ന ഒരു കുടുംബ കോളനി. അങ്ങനെ പറയാടെ കോളനി പോട്ടെ, ഉന്നതി, പ്രഗതി അങ്ങനെയൊക്കെ പറയാം. ഒരു കുടുംബ ഉന്നതി. ആ കുടുംബ ഉന്നതിയാണ് ഈ കംപ്ലീറ്റ് ആൾക്കാർ 501 പേര് അവിടെ താമസിക്കുകയാണ്. എല്ലാ വീടിനും ഒരു നമ്പർ തന്നെയാണ് 250. ആ 501 വോട്ടർമാരും ആ 35 ഏക്കറിൽ ജീവിക്കുന്ന ആ കുടുംബ ഉന്നതി അല്ലെങ്കിൽ പ്രകൃതിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാഹുൽ ഗാന്ധി പരാമർശിച്ച സ്വീറ്റി എന്ന് പറയുന്ന യഥാർത്ഥ വോട്ടറും രംഗത്തെത്തിയിട്ടുണ്ട്. പോരാത്തതിന് ഈ ബ്രസീലിയൻ മോഡലായിട്ട് ഒരു പെണ്ണുപിള്ള വന്നല്ലോ, ആ പെണ്ണുപിള്ളയുടെ വോട്ട് അത് എൻ്റെ വോട്ടാണ്, അത് ഞാൻ ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് യഥാർത്ഥ അവകാശി രംഗത്തെത്തി. ഈ വോട്ടർ പട്ടികയിൽ എൻ്റെ ഫോട്ടോ മാറിപ്പോയി. ആ മാറിപ്പോയ കാര്യം അത് മാറിയപ്പോഴേ ഞാൻ അറിഞ്ഞു. ഞാൻ ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുക്കുകയും ചെയ്തു. ആ പരാതിയിലെ കോപ്പി ഇതാണെന്ന് പറഞ്ഞ് അവരെത്തി. അതായത് ഇതൊക്കെ ക്ലറിക്കൽ മിസ്റ്റേക്സ് ആണ്, ക്ലറിക്കൽ ഇറേഴ്സ് എന്നാണ് പറയുന്നത്. അത് ഇവിടെ ഇരുന്ന് ബൂത്ത് തലത്തിൽ ഈ കാര്യങ്ങളൊക്കെ നോക്കാതെ ആ സമയത്ത് പട്ടായയിലും ബാങ്കോക്കിലൊക്കെ പോയി പപ്പട ഉണങ്ങായിട്ടിരിക്കും പോലെ കടപ്പുറത്ത് കവന്ന് കിടന്നാൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ മനസ്സിലാകൂ എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയോട് എനിക്ക് പറയാനുള്ളൊരു സംഭവം എന്ന് പറയുന്നത്. പോരാത്തതിന് മാധ്യമങ്ങൾ അരിച്ചു പറക്കി ഈ 501 ഒന്നുകൂടെ അരിച്ചു പറക്കി 501 വോട്ട് ഫേക്കാണോ എന്നറിയാൻ ഒന്നുകൂടെ മാധ്യമങ്ങൾ അരിച്ചു പറക്കി നോക്കി. അപ്പോൾ കാണാം ഈ വോട്ടർമാരിൽ 2 പേരെ കാണാനില്ല. അപ്പം രാഹുൽ ഗാന്ധി പറഞ്ഞത് ശരിയായില്ലേ, 2 പേരെ കാണാനില്ല. അപ്പോൾ 501 499 വോട്ട്. അപ്പോൾ 499 വോട്ടിൽ 2 വോട്ട് ചോരി എന്നാണ് മാധ്യമങ്ങൾ വിചാരിച്ചത്. പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ പുറത്തു വന്നപ്പോൾ എന്താണ്, ഈ 2 പേർക്ക് ഇവരുടെ കുടുംബവുമായിട്ട് ബന്ധമില്ല എന്നാണ് കണ്ടെത്തിയത്. പോരാത്തതിന് അവിടെയുള്ള ശാംപതി സിംഗ് എന്ന സ്ത്രീയും ഭർത്താവുമാണ് ഇത്. ഈ 2 പേരെന്ന് പറയുന്നത് അവർ 2 പേരുമാണ്. അവർ സൊറോട്ട് കുടുംബത്തിൽ വസ്തു വാങ്ങി താമസിക്കുന്നു എങ്കിലും വീട്ടു നമ്പർ മാറാതെ പഴയത് തന്നെ തുടരുകയായിരുന്നു. അതാണ് ഈ ഇറർ വന്നത് എന്ന് മനസ്സിലായി. അവരും വോട്ട് ചെയ്തിട്ടുണ്ട് ഇതേ വീട്ടു നമ്പറിൽ, പക്ഷേ അതും വ്യാജ വോട്ടല്ല എന്ന് തെളിഞ്ഞു. ஆனால் എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി ഇവിടുത്തെ കേരളത്തിലെ നമ്മുടെ സുഡാപ്പി കുഞ്ഞുങ്ങൾക്ക് ഒരു സന്തോഷം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കേരള കൗമുദിയിൽ ഒരു റിപ്പോർട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ കേരള കൗമുദിയിൽ ഒരു റിപ്പോർട്ട് വായിക്കുന്നതാണ്ട, രാഹുലിൻ്റെ കള്ള വോട്ട് ആരോപണം, വോട്ട് ചെയ്തത് ഞാൻ തന്നെയെന്ന് പിങ്കി. അത് പല ആൾക്കാർ ഇയാൾ തങ്ങൾക്കെതിരെ അപവാദം പറയുന്നു എന്ന് പറഞ്ഞാൽ രംഗത്തെത്തുകയാണ്. എങ്കിലും ഇയാൾ ഇത് തന്നെ പറയും. വസ്തുതകളൊക്കെ പുറത്തു വന്നാലും കേരളത്തിലെ മാധ്യമങ്ങൾ അടുത്ത തവണയും ജനങ്ങളെ മുമ്പിൽ പറയും വോട്ട് ജോലി നടന്നു എന്ന് യുവമാർ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോഴും തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തുന്നത് മാധ്യമ പ്രവർത്തനമല്ല. യുവമാർ അങ്ങോട്ട് ഉത്തരേന്ത്യയിൽ നോക്കി പല മാധ്യമങ്ങളെയും ഗോദി മീഡിയ എന്നാണ് വിളിക്കുന്നത്. അവിടെയുള്ള പല മാധ്യമങ്ങളും മോദിക്കെതിരെ എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കുകയാണ്. ഇവിടെ യുവമാരെന്താണ്, സത്യമായിട്ടുള്ള വാർത്ത കയ്യിലെത്തിയാലും ഈ കള്ളം ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആർക്കാണ് ഈ മാധ്യമ രംഗത്ത് യാതൊരുവിധ എത്തിക്സും ധാർമ്മികതയും ഇല്ലാത്തതെന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ, കൃത്യമായിട്ട് മനസ്സിലാവും. യുവമാർക്കാണ് എത്തിക്സും ധാർമ്മികതയും ഒന്നും ഇല്ലാത്തത്. ഇനി ആ വാർത്തയൊന്ന് വായിക്കാം. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബ്രസീലിയൻ മോഡലിൻ്റെ ചിത്രം ഉപയോഗിച്ച് 22 കള്ളവോട്ടുകൾ പോൾ ചെയ്തെന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണം നിശ്ചയിച്ച് വോട്ടർമാർ തനിക്ക് അവകാശപ്പെട്ട സമ്മതിദാനാവകാശം വിനിയോഗിക്കുക മാത്രമാണ് ചെയ്തതെന്ന് പിങ്കി പറഞ്ഞു. നമുക്കൊരു റാപ്പ് മോഡൽ ഇത് വായിച്ചു നോക്കാം. 6 വർഷം മുമ്പ് ലഭിച്ച വോട്ടർ ഐ ഡിയിൽ ഫോട്ടോ തെറ്റായി അടിച്ചുവെന്ന് മേൽവിലാസം കൃത്യമായിരുന്നു. 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്റെ പേരിലുള്ള ബൂത്തിൽ പോയി വോട്ടർ സ്ലിപ്പും ആധാർ കാർഡും കാണിച്ച് വോട്ട് ചെയ്തു. ഫോട്ടോ ഐ ഡിയിലെ ബ്രസീലിയൻ മോഡലിനെ അറിയില്ല. മറ്റാരും തന്റെ പേരിൽ വോട്ട് ചെയ്തിട്ടില്ല. ഭർത്താവിനും ഭർത്തൃമാതാവിനും ഒപ്പമാണ് പോളിംഗ് ബൂത്തിലേക്ക് പോയതെന്നും അയ്യോ പിങ്കി പറഞ്ഞു. ഇതാണ് ആ റിപ്പോർട്ടെന്ന് പറയുന്നത്. ഇതെല്ലാം വളരെ എവിഡൻ്റ് ആയിട്ട് അവിടെ തന്നെയുണ്ട്. ഇപ്പോഴും രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന മണ്ടൻ നമ്മുടെ പ്രധാനമന്ത്രിയാകുമെന്ന് പറഞ്ഞ് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണ് പല ആൾക്കാരും. പക്ഷേ